എല്ലാവർക്കും നമസ്കാരം. കേരള ട്രഷറി കോഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരി വിജ്ഞാപന പ്രകാരം നടന്ന കേരള ട്രഷറി കോഡിൻ്റെ ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. TR ഫോമുകളെക്കുറിച്ചും TA ഫോമുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ ഉണ്ടായിരിക്കും. TR ഫോമുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള ട്രഷറി കോഡിൻ്റെ വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്യുക. TA ഫോമുകളെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ൻ്റെ ഇൻഡെക്സ് റെഫർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് സംശയമുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അറിയാത്ത ചോദ്യങ്ങളോ ഒക്കെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുന്നത് റിവിഷൻ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആകും. ക്വസ്റ്റ്യൻ നമ്പർ 1. Any person serving in connection with the affairs of the state, if remunerated by salary or not, and include every person who is authorized to receive, keep, carry or spend money on behalf of the government is called. സംസ്ഥാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സേവനമനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും ശമ്പളം നൽകിയാലും ഇല്ലെങ്കിലും ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് സൂക്ഷിക്കുന്നതിനോ പണം ചെലവഴിക്കുന്നതിനോ അധികാരമുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെടുന്നു. ആൻസർ: ഗവൺമെൻറ് സർവൻറ്റ്. ഓപ്ഷൻ ഡി. മണി സ്റ്റാൻഡിംഗ് ഇൻ ദ ഗവൺമെൻറ് അക്കൗണ്ട് മസ്റ്റ് ബി ഹെൽഡ് അറ്റ് വേർ. സർക്കാർ അക്കൗണ്ടിലെ പണം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ആൻസർ: എയ്തർ ഇൻ ദ ട്രഷറി ഓർ ബാങ്ക്. ട്രഷറിയിലോ ബാങ്കിലോ. The treasuries of the state of Kerala shall be under the administrative control of whom? കേരള സംസ്ഥാനത്തിൻ്റെ ട്രഷറികൾ ആരുടെ ഭരണ നിയന്ത്രണത്തിലായിരിക്കും? ആൻസർ: ഡയറക്ടർ ഓഫ് ട്രഷറീസ്. All money received or deposited with any officer employed in connection with the affairs of state in his capacity as such other than revenues or public money shall be paid into. വരുമാനമോ പൊതുപണമോ ഒഴികെ സംസ്ഥാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന് സ്വീകരിക്കുന്നതോ നിക്ഷേപിച്ചതോ ആയ എല്ലാ പണവും താഴെ പറയുന്നതിലേക്ക് നൽകേണ്ടതാണ്. ആൻസർ: പബ്ലിക് അക്കൗണ്ട്. ഫ്രം ദ ഫോളോയിങ് which is included in the direct appropriation of the departmental receipts for departmental expenditure? താഴെ പറയുന്നവയിൽ നിന്ന് വകുപ്പ് തല ചെലവുകൾക്കുള്ള വകുപ്പ് തല രസീതുകളുടെ നേരിട്ടുള്ള വിനിയോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ്? ആൻസർ: ഡിസ്കൗണ്ട് ടു സ്റ്റാമ്പ് വെൻഡേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദ വാല്യൂ ഓഫ് സ്റ്റാമ്പ്. സ്റ്റാമ്പിൻ്റെ മൂല്യം കണക്കിലെടുത്ത് സ്റ്റാമ്പ് വെണ്ടർമാർക്കുള്ള കിഴിവ്. ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു പെർമിറ്റ് വിഡ്രോവൽ ഫോർ എനി പർപ്പസ് ഈസ്. ഏത് ആവശ്യത്തിനും പിൻവലിക്കൽ അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറൽ. ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ ബി ഡ്രോൺ ഫ്രം ഗവൺമെൻറ് അക്കൗണ്ട് വിത്തൗട്ട് ദ ഓതറൈസേഷൻ ഫ്രം അക്കൗണ്ടൻറ്റ് ജനറൽ. അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അനുമതിയില്ലാതെ സർക്കാർ അക്കൗണ്ടിൽ നിന്ന് എടുക്കാവുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ: ലോൺസ് സാങ്ഷൻഡ് ബൈ ഗവൺമെൻറ് വിച്ച് ഈസ് ടു ബി റീപെയ്ഡ് വിത്ത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സർക്കാർ അനുവദിച്ച വായ്പകൾ പലിശ സഹിതം തിരിച്ചടയ്ക്കണം. എ ഡിസ്പ്യൂട്ടബിൾ ക്ലെയിം ബിഫോർ ദ ട്രഷറി ഓഫീസർ മേ ബി. ട്രഷറി ഓഫീസറുടെ മുമ്പാകെയുള്ള ഒരു തർക്ക വിഷയമായ ക്ലെയിം ഇതായിരിക്കാം. ആൻസർ: ദ ട്രഷറി ഓഫീസർ ഷാൾ റിക്വയർ ദ ക്ലെയിമൻറ്റ് ടു റെഫർ ഇറ്റ് ടു അക്കൗണ്ടൻറ്റ് ജനറൽ. ട്രഷറി ഓഫീസർ അവകാശവാദിയോട് അത് അക്കൗണ്ടൻറ്റ് ജനറലിനെ റെഫർ ചെയ്യാൻ ആവശ്യപ്പെടും.
ദ ഫോം ഓഫ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് മേ ബി പ്രിസ്ക്രൈബഡ് ബൈ. അവസാന ശമ്പള സർട്ടിഫിക്കറ്റിൻ്റെ ഫോം താഴെ പറയുന്ന പ്രകാരം നിർദ്ദേശിക്കാവുന്നതാണ്. ആൻസർ: കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. The treasury officer shall be responsible to dash for the acceptance of the validity of a claim against which he is permitted withdrawal. ട്രഷറി ഓഫീസർ തനിക്ക് പിൻവലിക്കാൻ അനുമതിയുള്ള ഒരു ക്ലെയിമിൻ്റെ സാധുത അംഗീകരിക്കുന്നതിന് ഡാഷിന് ഉത്തരവാദിയായിരിക്കും. ആൻസർ: അക്കൗണ്ടന്റ് ജനറൽ. Who is the competent authority in circumstances of urgency by an order in writing authorize and require a treasury officer to make payment not being payment of pension? പെൻഷൻ അടയ്ക്കാതെ പണമടയ്ക്കാൻ ട്രഷറി ഓഫീസറെ രേഖാമൂലം അധികാരപ്പെടുത്തുകയും ആവശ്യപ്പെടുകയും ചെയ്ത ഉത്തരവിലൂടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആരാണ് യോഗ്യതയുള്ള അധികാരി? ആൻസർ: ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ. ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തിരുവനന്തപുരം ഹാസ് റിജക്റ്റഡ് എ ബിൽ ടുവേർഡ് the payment of honorarium to a gazetted government servant, stating that the payment can be made only after getting the payslip from Accountant General. The action of the Treasury Officer is: ഗസറ്റഡ് സർക്കാർ ജീവനക്കാരന് ഓണറേറിയം നൽകുന്നതിനുള്ള ബില്ല് അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് പേസ്ലിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ നൽകാനാകൂ എന്ന് കാണിച്ച് തിരുവനന്തപുരം ജില്ലാ ട്രഷറി ഓഫീസർ നിരസിച്ചു. ട്രഷറി ഓഫീസറുടെ നടപടി. ആൻസർ: റോങ്, തെറ്റാണ്. ദ ഫോം ഓഫ് സ്പെസിഫൈൻ സിഗ്നേച്ചർ കാർഡ് ഈസ്. മാതൃക ഒപ്പ് കാർഡിൻ്റെ രൂപം ഇതാണ്. ആൻസർ: TR 74A. TR ഫോമിനെ കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നതാണ്. In the case of inter-government transactions, all adjustment the balance of the state by debit or credit to another government shall be made through. ഇന്റർ സർക്കാർ ഇടപാടുകളുടെ കാര്യത്തിൽ മറ്റൊരു ഗവൺമെൻറ്റിനെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വഴി സംസ്ഥാനത്തിൻ്റെ എല്ലാ ബാലൻസുകളും ക്രമീകരിക്കുന്നത്. ആൻസർ: സെൻട്രൽ അക്കൗണ്ട്സ് സെക്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗങ്ങൾ. ദ അക്കൗണ്ടന്റ് ജനറൽ ഇൻ ദ എക്സസൈസ് ഓഫ് എനി ഓഫ് ഹിസ് ഫങ്ഷൻസ് ഷാൾ ബി സബ്ജക്ട് ടു ദ ജനറൽ കൺട്രോൾ ഓഫ്. അക്കൗണ്ടന്റ് ജനറൽ തൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ താഴെ പറയുന്നവയുടെ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും. ആൻസർ: കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. The Director of Treasuries shall inspect each district treasury at. Treasuries Director ഓരോ ജില്ലാ ട്രഷറിയും എപ്പോൾ പരിശോധിക്കും? ആൻസർ: അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ആൻ ഇയർ. വർഷത്തിൽ ഒരിക്കലെങ്കിലും. The word treasury irregularity related with. ട്രഷറി ക്രമക്കേട് എന്ന വാക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ: when an irregularity committed by any treasury is brought to the notice of the Director of Treasuries by the Accountant General. ഏതെങ്കിലും ട്രഷറിയിലുള്ള ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറൽ ട്രഷറി ഡയറക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തുമ്പോൾ. The Director of Treasuries shall verify the cash balance in each district treasury at. ട്രഷറി ഡയറക്ടർ ഓരോ ജില്ലാ ട്രഷറിയിലെയും പണ ബാലൻസ് ഡാഷ് പരിശോധിക്കേണ്ടതാണ്. ആൻസർ: അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. ദ ഫോം ഫോർ സേഫ് കസ്റ്റഡി രജിസ്റ്റർ ഈസ്. സുരക്ഷിത കസ്റ്റഡി രജിസ്റ്ററിനുള്ള ഫോമാണ് ഡാഷ്. ആൻസർ: TR 28. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. ദ ട്രഷറി ഓഫീസർ ഷാൾ വെരിഫൈ ദ സ്റ്റാമ്പ്, ഒപ്പിയം, ഗഞ്ച ആൻഡ് അതർ വാല്യുബിൾസ് ഇൻ ഡാഷ്.
ട്രഷറി ഓഫീസർ സ്റ്റാമ്പ്, കറുപ്പ്, കഞ്ചാവ്, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ പരിശോധിക്കേണ്ടത്? ആൻസർ: വൺസ് ഇൻ എവറി 6 months, 6 മാസത്തിലൊരിക്കൽ. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാൻഡ്ലിംഗ് ഓഫ് ദ മണി അറ്റ് ദ ട്രഷറി? ട്രഷറിയിൽ പണം കൈകാര്യം ചെയ്യുന്നതിന് ആരാണ് ഉത്തരവാദി? ആൻസർ: ചീഫ് ട്രഷറർ. ദ സബ് ട്രഷറി ഈസ് ഇൻ ദ ജനറൽ ചാർജ് ഓഫ് ഡാഷ്. സബ് ട്രഷറിയുടെ പൊതു ചുമതലയിലാണ് ഡാഷ്. ആൻസർ: സബ് ട്രഷറി ഓഫീസർ. The sub-treasury officer shall verify the cash balance of the sub-treasury at. സബ്-ട്രഷറി ഓഫീസർ ഒരു സബ്-ട്രഷറിയുടെ പണ ബാലൻസ് പരിശോധിക്കേണ്ടത്? ആൻസർ: അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത്, മാസത്തിൽ 2 തവണയെങ്കിലും. ഇൻ എ നോൺ ബാങ്കിങ് ട്രഷറി, ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷാൾ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഡാഷ്. ബാങ്കിംഗ് ഇതര ട്രഷറിയിൽ ജില്ലാ ട്രഷറി ഓഫീസർ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ടതാണ് ഡാഷ്. ആൻസർ: വൺസ് ഇൻ എ മന്ത്, മാസത്തിലൊരിക്കൽ. ഫോം ഓഫ് ഡിസ്ട്രിക്ട് ട്രഷറി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ഈസ്. ജില്ലാ ട്രഷറി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടിൻ്റെ ഫോം. ആൻസർ: TR 35. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. ഹൗ മെനി ടൈംസ് ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷാൾ കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ സബ് ട്രഷറീസ് ഇൻ ദ ഡിസ്ട്രിക്ട്? ജില്ലയിലെ എല്ലാ സബ് ട്രഷറികളിലും ജില്ലാ ട്രഷറി ഓഫീസർ എത്ര തവണ പരിശോധന നടത്തും? ആൻസർ: അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ആൻ ഇയർ വിത്തൗട്ട് നോട്ടീസ്. അറിയിപ്പില്ലാതെ വർഷത്തിലൊരിക്കൽ. In the case of Treasury Department, the Single Fidelity Guarantee Insurance Policy by the State Insurance Department issued in the name of dash. ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏക ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി. ആൻസർ: ഡയറക്ടർ ഓഫ് ട്രഷറീസ്, ട്രഷറി ഡയറക്ടർ. Any department officers who receives cash on amount of government dues and who maintain a cash book in the prescribed form shall be remitted into treasury on. സർക്കാർ കുടിശ്ശികയുടെ പേരിൽ പണം സ്വീകരിക്കുകയും നിശ്ചിത ഫോമിൽ ഒരു ക്യാഷ് ബുക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസർമാരെ ട്രഷറിയിലേക്ക് അയക്കും. ആൻസർ: ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഇറ്റ്സെൽഫ്. സർക്കാർ പ്രവൃത്തി ദിവസം തന്നെ. ഓൾ ഗവൺമെൻറ് ചെക്സ് ഡ്രോൺ ഇൻ പ്ലേസസ് വേർ എയ്തർ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ എനി അതർ സബ്സിഡറി ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ബി കളക്റ്റഡ് അറ്റ് എ കളക്ഷൻ ചാർജ് ഓഫ് ഡാഷ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റേതെങ്കിലും അനുബന്ധ സ്ഥാപനമോ ശേഖരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന എല്ലാ സർക്കാർ ചെക്കുകളും താഴെ പറയുന്നതിൻ്റെ കളക്ഷൻ ചാർജിൽ ശേഖരിക്കും. ആൻസർ: ഫ്രീ ഓഫ് ചാർജസ്, സൗജന്യമായി. വെൻ എ ചെക്ക് ഈസ് നോട്ട് ഓണേഡ് ഓൺ പ്രസൻറ്റേഷൻ, ദ അക്കമ്പനിങ് ചലാൻ ഷുഡ്. അവതരണത്തിൽ ഒരു ചെക്ക് മാനിക്കപ്പെടാത്തപ്പോൾ ഒപ്പമുള്ള ചലാൻ താഴെ പറയുന്നവ ചെയ്യണം. ആൻസർ: ഷുഡ് നോട്ട് ബി റിട്ടേൺ ബൈ ദ റിസീവിംഗ് ബാങ്ക്. സ്വീകരിക്കുന്ന ബാങ്ക് തിരികെ നൽകരുത്. വെൻ എ ഗവൺമെൻറ് സർവൻറ്റ് ഹു ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ ക്യാഷ് ബുക്ക് ഈസ് ഓതറൈസ്ഡ് ടു റിസീവ് മണി ഓൺ ബിഹേവ് ഓഫ് ഗവൺമെൻറ്, ഹി ഷാൾ ഇഷ്യൂ എ ടെമ്പററി റെസിപ്റ്റ് ഓഫ് മണി ഇൻ ഫോം നമ്പർ. ക്യാഷ് ബുക്ക് സൂക്ഷിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാരിന് വേണ്ടി പണം സ്വീകരിക്കാൻ അധികാരം ലഭിച്ചാൽ അയാൾ പണത്തിൻ്റെ താൽക്കാലിക രസീത് നൽകുന്നത് ഏത് ഫോം നമ്പറിലാണ്? ആൻസർ: TR 5A. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. ഫോം ഓഫ് ക്യാഷ് ബുക്ക് ഈസ്. ക്യാഷ് ബുക്കിൻ്റെ ഫോം ഇതാണ്. ആൻസർ: TR 7A.
All notes unfit for issue which have accumulated at a treasury shall be sent to where? ഒരു ട്രഷറിയിൽ കുമിഞ്ഞുകൂടിയ ഇഷ്യൂവിന് അനുയോജ്യമല്ലാത്ത എല്ലാ നോട്ടുകളും എവിടേക്കാണ് അയക്കേണ്ടത്? ആൻസർ: മദ്രാസ് ഓഫീസ് ഓഫ് ദ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മദ്രാസ് ഓഫീസിലേക്ക്. A government servant in his capacity as administrator of a charitable endowment received interest on securities received from the treasurer of a charitable endowment should remit the amount into. ഒരു ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റിൻ്റെ ട്രഷറിയിൽ നിന്ന് ലഭിച്ച സെക്യൂരിറ്റികളുടെ പലിശ താഴെ പറയുന്നവയിലേക്ക് അയക്കണം. ആൻസർ: ഗവൺമെൻറ് അക്കൗണ്ട്, സർക്കാർ അക്കൗണ്ട്. The amount required for payment of scholarship under the National Scholarship Scheme will be paid into the institutions under which manner? ദേശീയ സ്കോളർഷിപ്പ് സ്കീമിന് കീഴിലുള്ള സ്കോളർഷിപ്പ് അടയ്ക്കുന്നതിന് ആവശ്യമായ തുക ഏത് വിധത്തിലാണ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്? ആൻസർ: വിൽ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2 ഇൻസ്റ്റാൾമെൻറ്റ്സ്. 2 ഗഡുക്കളായി മുൻകൂർ പണം നൽകും. If the original receipt of remittance has lost and the remitter has applied for a duplicate copy of the receipt, the competent authority can. പണം അയച്ചതിൻ്റെ യഥാർത്ഥ രസീത് നഷ്ടപ്പെടുകയും പണമടയ്ക്കുന്നയാൾ രസീതിൻ്റെ തനി പകർപ്പിനായി അപേക്ഷിക്കുകയും ചെയ്താൽ യോഗ്യതയുള്ള അധികാരിക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ആൻസർ: ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ആഫ്റ്റർ ലീവഡ് ദ ഫീ പ്രിസ്ക്രൈബഡ് മേ ഓൺലി ബി ഇഷ്യൂ. നിശ്ചിത ഫീസ് ഈടാക്കിയ ശേഷം പണം അയച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുക. Where a large number of checks are received daily, they should be initially entered to the register. ദിവസേന ധാരാളം ചെക്കുകൾ ലഭിക്കുന്നിടത്ത് അവ ആദ്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടോ? ആൻസർ: ഷുഡ് ബി എൻറ്റേർഡ് ഇൻ സബ്സിഡറി രജിസ്റ്റർ ഇൻ ഫോം TR8. ഫോം TR8ൽ ഒരു സബ്സിഡറി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ്സ് ട്രൈയിങ് റെയിൽവേ കേസസ് അണ്ടർ സെക്ഷൻ 112, 113 and 115 of the Indian Railways Act deposit the railway dues, fare and penalty collected by them shall be deposited or remitted with. ഇന്ത്യൻ റെയിൽവേ നിയമത്തിലെ 112, 113, 115 വകുപ്പുകൾ പ്രകാരം റെയിൽവേ കേസുകൾ വിചാരണ ചെയ്യുന്ന മജിസ്ട്രേറ്റ് അവ സമാഹരിച്ച റെയിൽവേ കുടിശ്ശിക, യാത്രാക്കൂലിയും പിഴയും നിക്ഷേപിക്കുകയോ ഇതോടൊപ്പം അടയ്ക്കുകയോ ചെയ്യും. ആൻസർ: ഡെപ്പോസിറ്റഡ് വിത്ത് ദ സ്റ്റേഷൻ മാസ്റ്റർ കൺസേൺ. ബന്ധപ്പെട്ട സ്റ്റേഷൻ മാസ്റ്ററുടെ പക്കൽ നിക്ഷേപിച്ചു. ആസ് ഫാർ ആസ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, if head clerk or cashier is specially authorized issue receipt of money received, they shall issue a temporary receipt of. പൊതുമരാമത്ത് വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ക്ലർക്കോ ക്യാഷറോ പ്രത്യേകം അധികാരപ്പെടുത്തിയ പണത്തിൻ്റെ രസീത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവർ താഴെ പറയുന്നതിൻ്റെ താൽക്കാലിക രസീത് നൽകും. ആൻസർ: ടെമ്പററി റെസിപ്റ്റ് ഇൻ TR9. TR9ലെ താൽക്കാലിക രസീത്. When a payment to the government is to be credited partly to one head and partly to another, the challan to be prepared is in dash. ഗവൺമെൻറ്റിലേക്കുള്ള ഒരു പേയ്മെൻറ്റ് ഭാഗികമായി ഒരു ഹെഡിലേക്കും ഭാഗികമായി മറ്റൊരു ഹെഡിലേക്കും ക്രെഡിറ്റ് ചെയ്യുമ്പോൾ തയ്യാറാക്കേണ്ട ചലാൻ. ആൻസർ: സെപ്പറേറ്റ് ചലാൻ ഷാൾ ഓർഡിനറിലി ബി പ്രസൻറ്റഡ്. പ്രത്യേക ചലാൻ സാധാരണ ഹാജരാക്കും. ഫോർ ദ റെമിറ്റൻസ് ഓഫ് മണി ഇൻ ടു
treasuries on account of state excise revenues on payment for a Reserve Bank draft or cash order on a sub-treasury. The type of challan to be furnished is റിസർവ് ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സബ് ട്രഷറിയുടെ ക്യാഷ് ഓർഡറിനായി സംസ്ഥാന എക്സൈസ് വരുമാനം കണക്കിലെടുത്ത് ട്രഷറികളിലേക്ക് പണം അയക്കുന്നതിന് നൽകേണ്ട തരം ചലാൻ. ആൻസർ സിംഗിൾ ചലാൻ. എ ട്രഷറി വിച്ച് ഡോണ്ട് ട്രാൻസാക്ട് ദെയർ ബിസിനസ് ത്രൂ ദ ബാങ്ക് ഈസ് കോൾഡ്. ബാങ്ക് വഴി തങ്ങളുടെ ബിസിനസ് ഇടപാട് നടത്താത്ത ഒരു ട്രഷറിയെ എന്ത് വിളിക്കുന്നു? ആൻസർ നോൺ ബാങ്കിങ് ട്രഷറി, ബാങ്കിങ് ഇതര ട്രഷറി. പബ്ലിക് വർക്ക്സ് ഓഫീസേഴ്സ് ഹു ഫ്രീക്വൻ്റ്ലി മേക്ക് റെമിറ്റൻസ് ടു ദ ട്രഷറി ഓർ ബാങ്ക് ഷുഡ് കീപ്പ് എ റെമിറ്റൻസ് ബുക്ക് ഇൻ ഫോം നമ്പർ ഡാഷ്. ട്രഷറിയിലേക്കോ ബാങ്കിലേക്കോ അടിക്കടി പണം അയക്കുന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഫോം നമ്പറിൽ ഒരു റെമിറ്റൻസ് ബുക്ക് സൂക്ഷിക്കണം. ആൻസർ TR-15. TR ഫോമുകളെക്കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. എ ചെക്ക് റിസീവഡ് അറ്റ് എ ട്രഷറി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫൈനൽ പേയ്മെൻറ്റ് ആസ് ആൻഡ് വെൻ. ട്രഷറിയിൽ ലഭിച്ച ഒരു ചെക്ക് അന്തിമ പേയ്മെൻറ്റായി കണക്കാക്കണം. ആൻസർ വെൻ ദ ചെക്ക് ഹാസ് ക്ലിയർഡ് ആൻഡ് amount ഹാസ് ബീൻ ആക്ച്വലി ക്രെഡിറ്റഡ് ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്. ചെക്ക് ക്ലിയർ ചെയ്യുകയും തുക യഥാർത്ഥത്തിൽ സർക്കാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ. All money received in the treasury when the treasuries are not open for transaction is called. ട്രഷറികൾ ഇടപാടിനായി തുറക്കാത്തപ്പോൾ ട്രഷറിയിൽ ലഭിക്കുന്ന എല്ലാ പണത്തെയും എന്ത് വിളിക്കുന്നു? ആൻസർ അനാമത്ത്. ദ രജിസ്റ്റർ ഓഫ് അനാമത്ത് ബാലൻസ് ഈസ് ഇൻ ഫോം. അനാമത്ത് ബാലൻസിൻ്റെ രജിസ്റ്റർ ഫോം ഏതാണ്? ആൻസർ TR-19. TR ഫോമുകളെക്കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ മതി. When the fees of a number of candidates for a government examination are paid into the treasury in the lump sum, the receipt issued by the treasury is. ഗവൺമെൻറ് പരീക്ഷയ്ക്കുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഫീസ് ട്രഷറിയിൽ ഒറ്റത്തവണയായി അടയ്ക്കുമ്പോൾ ട്രഷറി നൽകുന്ന രസീത്. ആൻസർ സിംഗിൾ റെസിപ്റ്റ്, ഒറ്റ രസീത്. In the case of income tax challan form, the bank may return the original copy of the challan to whom? ആദായ നികുതി ചലാൻ ഫോമിൻ്റെ കാര്യത്തിൽ ബാങ്കിന് ചലാൻ്റെ ഒറിജിനൽ കോപ്പി ആർക്ക് തിരികെ നൽകാം? ആൻസർ ടു ദ ഇൻകം ടാക്സ് ഓഫീസർ കൺസേൺ ഡയറക്ട്ലി, നേരിട്ട് ബന്ധപ്പെട്ട ആദായ നികുതി ഉദ്യോഗസ്ഥന്. If a challan on which a date of validity has been specified by the departmental officer is presented after that, the same shall only be accepted by the treasury on condition that ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസർ സാധുതയുള്ള തീയതി വ്യക്തമാക്കിയ ഒരു ചലാൻ അതിനുശേഷം ഹാജരാക്കിയാൽ അത് ട്രഷറി താഴെ പറയുന്ന വ്യവസ്ഥയിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആൻസർ ആക്സെപ്റ്റഡ് ഓൺലി ആഫ്റ്റർ ഇറ്റ് ഈസ് റിവാലിഡേറ്റഡ്. പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. The challan for remittance of principal or interest on loans and advances and revenue deposit shall be routed through. ലോണുകളുടെയും അഡ്വാൻസുകളുടെയും റവന്യൂ ഡെപ്പോസിറ്റിൻ്റെയും പ്രിൻസിപ്പലോ പലിശയോ അയക്കുന്നതിനുള്ള ചലാൻ താഴെ പറയുന്നവ വഴിയാണ്. ആൻസർ ട്രഷറീസ്. In order to ensure that every village remittance is duly credited in the treasury which transacts its cash business through the bank, every treasury concerned shall maintain a register in form dash. ബാങ്ക് മുഖേന പണമിടപാട് നടത്തുന്ന ഓരോ വില്ലേജും പണമടയ്ക്കുന്ന ട്രഷറിയിൽ
കൃത്യമായി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഓരോ ട്രഷറിയും ഡാഷ് ഫോമിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. ആൻസർ TR-27. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. When a large amount of cash is frequently kept in the chest, which type of lock shall be used and who will keep the key of the lock under safe custody? ചെസ്റ്റിൽ ഒരു വലിയ തുക ഇടയ്ക്കിടെ സൂക്ഷിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പൂട്ടാണ് ഉപയോഗിക്കേണ്ടത്? ആരാണ് പൂട്ടിൻ്റെ താക്കോൽ സുരക്ഷിത കസ്റ്റഡിയിൽ സൂക്ഷിക്കുക? ആൻസർ ഡബിൾ ലോക്ക് വിത്ത് ഡിഫറെൻറ്റ് പാറ്റേൺ ആൻഡ് കീ ഓഫ് ദ 2 ലോക്സ് ഷാൾ ബി കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് 2 ഡിഫറെൻറ്റ് ഗവൺമെൻറ് സർവൻറ്റ്. വ്യത്യസ്ത പാറ്റേണുകളുള്ള ഇരട്ട പൂട്ടും 2 ലോക്കുകളുടെ താക്കോലും 2 വ്യത്യസ്ത സർക്കാർ ജീവനക്കാരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ്. As far as PWD is concerned, the actual balance in the cash chest of each office should be counted on dash day. PWDയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓഫീസിൻ്റെയും ക്യാഷ് ചെസ്റ്റിലെ യഥാർത്ഥ ബാലൻസ് ഡാഷ് ദിവസം കണക്കാക്കണം. ആൻസർ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തെയും അവസാന പ്രവൃത്തി ദിവസം. മെയിൻ സ്റ്റോർ മീൻസ്. മെയിൻ സ്റ്റോർ അർത്ഥമാക്കുന്നത്. ആൻസർ ദ ബൾക്ക് ഓഫ് ദ ട്രഷറി ക്യാഷ് ബാലൻസ്. ട്രഷറി പണത്തിൻ്റെ ഭൂരിഭാഗവും. വെനെവർ ദ ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം ഈസ് ഓപ്പൺ, ദ ഓഫീസേഴ്സ് ഹൂ വിൽ പ്രസൻറ്റ് അറ്റ് എ ടൈം ഓഫ് ഓപ്പണിംഗ് ആർ ഡാഷ്. ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം തുറക്കുന്ന സമയത്ത് ഹാജരാകുന്ന ഉദ്യോഗസ്ഥർ. ആൻസർ ദ ട്രഷറി ഓഫീസർ ആൻഡ് ചീഫ് ട്രഷറർ. ട്രഷറി ഓഫീസറും ചീഫ് ട്രഷററും. കറൻസി ചെസ്റ്റ് ബാലൻസ് കൺസിസ്റ്റ് പാർട്ട്ലി ഓഫ് നോട്ട്സ് വിച്ച് ആർ ട്രീറ്റഡ് ആസ് ഡാഷ്. കറൻസി ചെസ്റ്റ് ബാലൻസ് ഭാഗികമായി നോട്ടുകൾ ഉൾക്കൊള്ളുന്നു. അവ ഡാഷ് എന്ന് കണക്കാക്കുന്നു. ആൻസർ നോട്ട് ഇൻ സർക്കുലേഷൻ. പ്രചാരത്തിലില്ല. The contents of the currency chest are the property of dash. കറൻസി ചെസ്റ്റിൻ്റെ ഉള്ളടക്കം താഴെ പറയുന്നവയാണ്. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. The authority competent to issue the fitness certificate of a strong room of treasury is. ട്രഷറിയിലെ ഒരു സ്ട്രോങ് റൂമിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുള്ള അധികാരി ഇതാണ്. ആൻസർ an officer not below the rank of an executive engineer PWD. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. രജിസ്റ്റർ ഓഫ് ഓൾ ദ പാഡ്ലോക്സ് ആൻഡ് കീസ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ആൻഡ് ഇറ്റ്സ് സബ് ട്രഷറീസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം ഡാഷ്. ജില്ലാ ട്രഷറിയുടെയും അതിൻ്റെ സബ് ട്രഷറികളുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ പാഡ്ലോക്കുകളുടെയും താക്കോലുകളുടെയും രജിസ്ട്രേഷൻ താഴെ പറയുന്ന രൂപത്തിൽ സൂക്ഷിക്കണം. ആൻസർ TR-29. The fitness certificate of a strong room issued by the competent authority should be kept in. കോമ്പറ്റന്റ് അതോറിറ്റി നൽകിയ സ്ട്രോങ് റൂമിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതിൽ സൂക്ഷിക്കണം. ആൻസർ should be hung up in a conspicuous place inside the strong room. സ്ട്രോങ് റൂമിനുള്ളിൽ പ്രകടമായ സ്ഥലത്ത് തൂക്കിയിടണം. All padlock boxes, locks and keys used for remittance purpose are the property of dash. പണമടയ്ക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പാഡ്ലോക്ക് ബോക്സുകളും ലോക്കുകളും കീകളും താഴെ പറയുന്നവയുടെ സ്വത്താണ്. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. Notes of denomination of Rs dash or more are treated as high value notes. ഡാഷ് അല്ലെങ്കിൽ അതിലധികമോ മൂല്യമുള്ള നോട്ടുകൾ ഉയർന്ന മൂല്യമുള്ള നോട്ടുകളായി കണക്കാക്കുന്നു. ആൻസർ ₹100 or more.
100 രൂപയും അതിൽ കൂടുതലും. If spare padlock is to be kept, permission of dash is to be obtained. സ്പെയർ പാഡ്ലോക്ക് സൂക്ഷിക്കണമെങ്കിൽ ഡാഷിൻ്റെ അനുമതി വേണം. ആൻസർ ഡയറക്ടർ ഓഫ് ട്രഷറീസ്. The denomination slip affixed on the top of each bundle of notes are in form dash. നോട്ടുകളുടെ ഓരോ കെട്ടിൻ്റെയും മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന മൂല്യമുള്ള സ്ലിപ്പ് ഡാഷ് ഫോമിലാണ്. ആൻസർ TR31. When verifying the stamp kept under double lock, the sub-treasury officer, it will be sufficient to verify the cash balance personally to check dash percent of the stock in. സബ്-ട്രഷറി ഓഫീസർ ഡബിൾ ലോക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പരിശോധിക്കുമ്പോൾ സ്റ്റാമ്പിൻ്റെ ഓരോ ക്ലാസ്സിലെയും സ്റ്റോക്കിൻ്റെ ഡാഷ് ശതമാനം പരിശോധിക്കാൻ പണം ബാലൻസ് വ്യക്തിപരമായി പരിശോധിച്ചാൽ മതിയാകും. ആൻസർ 10%. 10%. How many years a currency chest book should be retained? കറൻസി ചെസ്റ്റ് ബുക്ക് എത്ര വർഷം സൂക്ഷിക്കണം? ആൻസർ 3 complete financial years after it ceases to be in use. അതിൻ്റെ ഉപയോഗം അവസാനിച്ചതിന് ശേഷം 3 പൂർണ്ണ സാമ്പത്തിക വർഷം. The main stock of opium and ganja should be kept in. കറുപ്പിൻ്റെയും കഞ്ചാവിൻ്റെയും പ്രധാന സ്റ്റോക്ക് സൂക്ഷിക്കേണ്ടത്. ആൻസർ ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം. Earnest money deposit made by intending tenders of the forest department should be credited as dash account. വനം വകുപ്പിൻ്റെ ടെൻഡർ ചെയ്യുന്നവർ നടത്തുന്ന സമ്പാദ്യമായ പണം ഡാഷ് അക്കൗണ്ടായി ക്രെഡിറ്റ് ചെയ്യണം. ആൻസർ റവന്യൂ ഡെപ്പോസിറ്റ്. റെമിറ്റൻസ് ബിറ്റ്വീൻ 2 sub-treasuries in the same district or between a treasury and sub-treasury subordinate to it should be treated as. ഒരേ ജില്ലയിലെ 2 സബ്-ട്രഷറികൾക്കിടയിലോ ട്രഷറിക്കും അതിന് കീഴിലുള്ള സബ്-ട്രഷറിക്കും ഇടയിലോ അയക്കുന്ന പണത്തെ ഇപ്രകാരം പരിഗണിക്കണം. ആൻസർ ട്രാൻസ്ഫേഴ്സ് വിത്തിൻ ദ ട്രഷറി. ട്രഷറിക്കുള്ളിലെ കൈമാറ്റങ്ങൾ. The net difference between the total receipt and the total payment as shown in the bank daily statement should be posted in a daily register called. ബാങ്ക് ഡെയിലി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന മൊത്തം രസീതും മൊത്തം പേയ്മെൻറ്റും തമ്മിലുള്ള മൊത്തം വ്യത്യാസം ഒരു ഡെയിലി രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണം. ആൻസർ രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ്. റിസർവ് ബാങ്ക് നിക്ഷേപത്തിൻ്റെ രജിസ്റ്റർ. In the case of revenue deposits, each item of deposit received should at once be entered in a register in dash form. റവന്യൂ ഡെപ്പോസിറ്റുകളുടെ കാര്യത്തിൽ ലഭിച്ച ഓരോ നിക്ഷേപ ഇനവും ഒരേ സമയം ഡാഷ് ഫോമിലെ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ആൻസർ TA13. TA ഫോമുകളെക്കുറിച്ചാണ് ചോദ്യം. കേരള കോൺകോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നതാണ്. ഫോം TA2 റിലേറ്റഡ് വിത്ത്. ഇതുമായി ബന്ധപ്പെട്ട ഫോം TA2 ഏതാണ്? ആൻസർ രജിസ്റ്റർ ഓഫ് എക്സ്പെൻഡിച്ചർ. ചെലവുകളുടെ രജിസ്റ്റർ. കേരള കോൺകോഡ് വോളിയം 2 ഇൻഡെക്സിലെ TA ഫോമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റെഫർ ചെയ്യുക. വെൻ എ ചാർജ് ഈസ് ഡെബിറ്റബിൾ ടു മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്, ദ ഡ്രോവർ ഷാൾ ഓർഡിനറിലി പ്രസൻറ്റ് ഡാഷ് ടൈപ്പ് ഓഫ് ബിൽ ഫോർ ദ amount ഡെബിറ്റബിൾ. ഒരു ചാർജ് പ്രധാന അക്കൗണ്ടിൽ കൂടുതലായി ഡെബിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഡ്രോയർ സാധാരണയായി ഡെബിറ്റബിൾ തുകയുടെ ബില്ലിൻ്റെ തരം ഡാഷ്. ആൻസർ സെപ്പറേറ്റ് ബിൽ ഈസ് ടു ബി പ്രിപ്പയർഡ്. പ്രത്യേക ബില്ല് തയ്യാറാക്കണം. ഇഫ് ആൻ ഓർഡർ ഓഫ് അറ്റാച്ച്മെൻറ്റ് അഗെയിൻസ്റ്റ് എ ഗവൺമെൻറ് സർവൻറ്റ് ഈസ് റിസീവഡ് ബിഫോർ എ പ്രീവിയസ് ഓർഡർ ഓഫ് അറ്റാച്ച്മെൻറ്റ് against the same government servant
has been fully compiled with, the recoveries shall be made by the disbursing officer so long as the total amount recoverable with reference to the attachment order is in the tune of dash. അതേ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയുള്ള മുൻ അറ്റാച്ച്മെൻ്റ് ഉത്തരവ് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അറ്റാച്ച്മെൻ്റ് ഓർഡർ ലഭിച്ചാൽ റിക്കവറി ചെയ്യുന്ന ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആയിരിക്കും. അറ്റാച്ച്മെൻ്റ് ഓർഡർ താഴെ പറയുന്ന തരത്തിലാണ്. ആൻസർ: റിക്കവറി മേ ബി ലിമിറ്റഡ് വിത്തിൻ ദ മാക്സിമം ലിമിറ്റ് ആസ് പെർ ലോ. നിയമം അനുസരിച്ച് പരമാവധി പരിധിക്കുള്ളിൽ വീണ്ടെടുക്കൽ പരിമിതപ്പെടുത്തിയേക്കാം. The claim by gazetted government servant for pay and allowance shall be presented on a bill in form dash. ശമ്പളത്തിനും അലവൻസുകൾക്കുമായി ഗസറ്റഡ് സർക്കാർ ജീവനക്കാരൻ്റെ ക്ലെയിം ഫോമിൽ ഒരു ബിൽ അവതരിക്കും. ആൻസർ: TR 46. A claim by gazetted government servant for travelling allowance shall be presented on a bill in form number dash. ഗസറ്റഡ് ഗവൺമെൻറ് സർവൻ്റ് യാത്ര അലവൻസിലുള്ള ക്ലെയിം ഫോം നമ്പർ ഏതാണ്? ആൻസർ: TR 47. A gazetted officer is authorized to draw the bill for his own pay and allowances and leave salary, who will issue the authorization slip to draw the same. ഒരു ഗസറ്റഡ് ഓഫീസർക്ക് സ്വന്തം ശമ്പളത്തിനും അലവൻസുകൾക്കും അവധി ശമ്പളത്തിനും ബില്ലെടുക്കാൻ അധികാരമുണ്ട്. അതെടുക്കുന്നതിന് ആരാണ് അംഗീകാര സ്ലിപ്പ് നൽകുന്നത്? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറൽ. A government servant who is reverted from a gazetted post to a non-gazetted post may draw his arrears claim for pay and allowances in respect of the gazetted period is in form number dash. ഗസറ്റഡ് തസ്തികയിൽ നിന്ന് നോൺ ഗസറ്റഡ് തസ്തികയിലേക്ക് തിരിച്ചു വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഗസറ്റഡ് കാലയളവിലെ ശമ്പളത്തിനും അലവൻസുകൾക്കുമായി തൻ്റെ കുടിശ്ശിക ക്ലെയിം ചെയ്യാനുള്ള ഫോം നമ്പർ. ആൻസർ: TR 46. Form for receipt for state excise revenue paid to the treasury officer is dash. ഒരു ട്രഷറി ഓഫീസർക്ക് സംസ്ഥാന എക്സൈസ് വരുമാനത്തിലുള്ള രസീതിനുള്ള ഫോം ഇതാണ്. ആൻസർ: TR 14. TR 14. ഫോം ഫോർ രജിസ്റ്റർ ഓഫ് ചെക്സ് ഈസ് ഡാഷ്. ചെക്കിൻ്റെ രജിസ്റ്ററിനുള്ള ഫോം ഏതാണ്? ആൻസർ: TR 17. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഈ TR ഫോമുകളിലെ നമ്പർ തന്നിട്ട് അത് ഏത് സൂചിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് നോക്കുക. അതിൽ ഈ ഓരോ നമ്പറും നമ്മൾ നോക്കുക. TR 17 റെഫർ ചെയ്യുക, 24 റെഫർ ചെയ്യുക, 25 റെഫർ ചെയ്യുക, 60 റെഫർ ചെയ്യുക. അപ്പോൾ ഇതിൽ TR 17 ആണ് രജിസ്റ്റർ ഓഫ് ചെക്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലോട്ട് എത്തുന്നത്. ഫോം ഓഫ് ആബ്സെൻറ്റി സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഡാഷ്. ഹാജരാകാത്ത പ്രസ്താവനയുടെ ഫോം ഏതാണ്? ആൻസർ: TR 52. ഫോം ഓഫ് കറൻസി ചെസ്റ്റ് സ്ലിപ്പ് ഈസ് ഡാഷ്. കറൻസി ചെസ്റ്റ് സ്ലിപ്പിൻ്റെ ഫോം ഏതാണ്? ആൻസർ: TR 38. രജിസ്റ്റർ ഓഫ് ഫുള്ളി വൗച്ചഡ് കണ്ടിൻജൻറ്റ് ബിൽ ഈസ് ഡാഷ്. പൂർണ്ണമായി ഉറപ്പ് നൽകിയ കണ്ടിൻജൻറ്റ് ബില്ലിൻ്റെ രജിസ്റ്റർ. ആൻസർ: TR 61. An advance granted to certain government servant to meet contingent charges relating to their offices before drawing bills for the amount is known as dash. തുകയുടെ ബില്ല് എടുക്കുന്നതിന് മുമ്പ് ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട കണ്ടിൻജൻറ്റ് ചാർജുകൾ അടയ്ക്കുന്നതിന് അനുവദിച്ച ഒരു അഡ്വാൻസ് ഇപ്രകാരമാണ്. ആൻസർ: പെർമനൻറ്റ് അഡ്വാൻസ്. Where a government has been invalidated from service and it is found that some government dues are outstanding against him even after the adjustment of his claims for pay and allowances, the same may be adjusted against the amount of dash. ഒരു ഗവൺമെൻറ് സേവനത്തിൽ നിന്ന് അസാധുവാക്കിയിരിക്കുന്നതും
ശമ്പളത്തിനും അലവൻസുകൾക്കുമായി അവൻ്റെ ക്ലെയിമുകൾ ക്രമീകരിച്ചതിനു ശേഷവും ചില സർക്കാർ കുടിശ്ശികകൾ അവനിൽ കുടിശ്ശികയുള്ളതായി കണ്ടെത്തുകയും ചെയ്താൽ അത് താഴെ പറയുന്ന തുകയ്ക്കെതിരെ ക്രമീകരിക്കാവുന്നതാണ്. ആൻസർ: ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി DCRG. In the case of contingent bill, when endorsee wish to collect payment on the bill through a messenger other than a banker, the messenger must produce a letter of authority. The letter of authority in the non-banking treasury should be presented for -years. കണ്ടിൻജൻറ്റ് ബില്ലിൻ്റെ കാര്യത്തിൽ അംഗീകൃത വ്യക്തി ഒരു മെസ്സഞ്ചർ മുഖേന ഒരു ബാങ്കർ ഒഴികെ ബില്ലിൻ്റെ പേയ്മെൻറ്റ് ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെസ്സഞ്ചർ ഒരു അധികാരപത്രം ഹാജരാക്കണം. ബാങ്കിംഗ് ഇതര ട്രഷറിയിലെ അധികാരപത്രം -വർഷത്തേക്ക് ഹാജരാക്കണം. ആൻസർ: 10 years 10 വർഷം. The form used for acquittance's role of establishment is. സ്ഥാപനത്തിൻ്റെ അക്വിറ്റൻസ് റോളിന് ഉപയോഗിക്കുന്ന ഫോം. ആൻസർ: TR 95. TR 95 ആണ് അക്വിറ്റൻസ് റോൾ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഫോം. The drawing officer filled up with the column -and of treasury bill book. ഡ്രോവിംഗ് ഓഫീസർ ഒരു ട്രഷറി ബിൽ ബുക്കിൻ്റെ കോളങ്ങൾ -and എന്നീ കോളങ്ങൾ ഫില്ല് ചെയ്യണം. ആൻസർ: 1 to 6 and 12 and 13. 1 മുതൽ 6 വരെ 12, 13. The treasury should fill up columns -to of a bill book. ട്രഷറി ഒരു ബിൽ ബുക്കിൻ്റെ കോളങ്ങൾ മുതൽ വരെ പൂരിപ്പിക്കണം. ആൻസർ: 7 to 11. 7 മുതൽ 11 വരെ. When a treasury bill book is found missing, the drawing officer concerned shall intimate the details to whom. ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതായി കണ്ടാൽ ബന്ധപ്പെട്ട ഡ്രോവിംഗ് ഓഫീസർ വിശദാംശങ്ങൾ ആരെ അറിയിക്കണം? ആൻസർ: കൺസേൺ ട്രഷറി ഓഫീസർ, ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർ. ഇൻ ദ കേസ് ഓഫ് എ ലോസ്റ്റ് ബിൽ ബുക്ക് ഈസ് ഫൗണ്ട് ഔട്ട് സബ്സിക്വൻ്റ്ലി, ദ കൺസേൺ ഡ്രോവിംഗ് ഓഫീസർ ക്യാൻ. നഷ്ടപ്പെട്ട ബിൽ ബുക്കിൻ്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട ഡ്രോവിംഗ് ഓഫീസർക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ആൻസർ: ക്യാൻസൽ ദ ബ്ലാങ്ക് പേജസ് ആൻഡ് ദ റെക്വിസിഷൻ സ്ലിപ്പ് ആൻഡ് കീപ് ഇൻ ദ സേഫ് കസ്റ്റഡി. ശൂന്യമായ പേജുകളും റെക്വിസിഷൻ സ്ലിപ്പും റദ്ദാക്കി സുരക്ഷിതമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. ഹൂ വിൽ ഇഷ്യൂ ദ ട്രഷറി ബിൽ ബുക്സ് ടു ദ ഡ്രോവിംഗ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസേഴ്സ്. ട്രഷറി ബിൽ ബുക്കുകൾ ഡ്രോവിംഗ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർക്ക് ആരാണ് നൽകുന്നത്? ആൻസർ: ട്രഷറീസ്. The protective endorsement under followed by amount a little larger than that for which the check is drawn need not be insisted for. ചെക്ക് ഡ്രോ അല്പം വലിയ തുകയ്ക്ക് കീഴിൽ എന്ന സംരക്ഷണ അംഗീകാരം നിർബന്ധിക്കേണ്ടതില്ല. ആൻസർ: ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്സ്. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കുകൾ. എ ചെക്ക് ഷാൾ റിമെയിൻ കറൻറ്റ് ഓൺലി ഫോർ -months. ഒരു ചെക്ക് നിലവിലുള്ളത് മാസങ്ങളിൽ മാത്രം. ആൻസർ: 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 മാസം. ഇൻ ദ കേസ് ഓഫ് എ ചെക്ക് ഡ്രോൺ ബൈ എ ഡ്രോവിംഗ് ഓഫീസർ ആൻഡ് റിസീവ്സ് എ റിപ്പോർട്ട് ദാറ്റ് ദ ചെക്ക് ഹാസ് ലോസ്റ്റ്, the drawing officer shall at once report the fact to ഒരു ഡ്രോവിംഗ് ഓഫീസർ ഡ്രോ ചെക്കിൻ്റെ കാര്യത്തിൽ ചെക്ക് നഷ്ടപ്പെട്ടതായി ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഡ്രോവിംഗ് ഓഫീസർ ഉടൻ തന്നെ വസ്തുത അറിയിക്കേണ്ടതാണ്. ആർക്കാണ് അറിയിക്കേണ്ടത്? ആൻസർ: ട്രഷറി ഓഫീസർ. ദ ബിൽ ഫോർ റീഫണ്ട് ഓഫ് റവന്യൂ ഈസ് ഇൻ ഫോം നമ്പർ റവന്യൂ റീഫണ്ടിനുള്ള ബിൽ ഫോം നമ്പർ എത്രയാണ്?
ആൻസർ TR 65. Pension payment in respect of a person in consideration of past employment under the government of India or any of the state is called. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് കീഴിലുള്ള മുൻകാല ജോലിയുടെ പരിഗണനയിൽ ഒരു വ്യക്തിയുടെ പെൻഷൻ പേയ്മെൻറ്റ് എന്ത് വിളിക്കുന്നു? ആൻസർ സർവീസ് പെൻഷൻ. ഓൾ സർവീസ് പെൻഷൻസ് ഡെബിറ്റബിൾ ടു ഡാഷ്. എല്ലാ സേവന പെൻഷനുകളും ഡാഷിലേക്ക് ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. ആൻസർ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ട്. ദ അതോറിറ്റി ടു റിന്യൂ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ വിത്തൗട്ട് റെഫറൻസസ് ടു അക്കൗണ്ടൻറ്റ് ജനറൽ ഈസ് ഡാഷ് ഇൻ ദ കേസ് ഓഫ് പെൻഷനേഴ്സ് ഹാഫ് ഈസ് ലോസ്. അക്കൗണ്ടൻറ്റ് ജനറലിനെ പരാമർശിക്കാതെ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ പുതുക്കാനുള്ള അധികാരം ഡാഷ് പെൻഷൻകാരൻ്റെ പകുതി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ. ആൻസർ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ, ജില്ലാ ട്രഷറി ഓഫീസർ. പേയ്മെൻറ്റ് ഓഫ് ഫാമിലി പെൻഷൻ ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ പെൻഷനർ ഹൂ റിസീവ്സ് മന്ത്ലി പെൻഷൻ ഈസ് സാങ്ഷൻ വിത്ത് എഫക്റ്റ് ഫ്രം ഡാഷ്. പ്രതിമാസ പെൻഷൻ വാങ്ങുന്ന ഒരു പെൻഷൻകാരൻ മരിച്ചാൽ കുടുംബ പെൻഷൻ നൽകുന്നത് താഴെ പറയുന്നതിൽ നിന്ന് പ്രാബല്യത്തിൽ വരും. ആൻസർ ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഇൻ വിച്ച് ദ ഡെത്ത് ഓഫ് പെൻഷനർ ടേക്ക് പ്ലേസ്. പെൻഷൻകാരൻ്റെ മരണം നടന്ന മാസത്തിന് ശേഷമുള്ള മാസത്തിലെ ആദ്യ ദിവസം മുതൽ. അപ്പോൾ ഇത്രയാണ് കേരള ട്രഷറി കോഡിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിൽ ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടാതെ TR ഫോമുകളെക്കുറിച്ചും TA ഫോമുകളെയും കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളായ ട്രഷറി കോഡ് വോളിയം 1, 2, അക്കൗണ്ട് കോഡ് വോളിയം 2 എന്നീ പുസ്തകങ്ങളെല്ലാം സംഘടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കൂടാതെ നമുക്ക് തെറ്റിയ ചോദ്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കത് മറിച്ച് നോക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.